ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ തേങ്ങയൊന്നും ചേർക്കാതെ വെറും 10 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ കട്ടിയുടെ റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇത്രയും ചെറുപയറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത് കുക്കറിനകത്താണ് വേവിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിവിടെ കുതിർത്തിടാത്തത്. അല്ലാതെ വേവിക്കാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കുതിർത്തിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പയർ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 3 വിസിൽ വരുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്ന സമയത്തൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലതുപോലെ ഉടഞ്ഞു പോകാൻ പാടില്ല. നല്ലതുപോലെ വെന്ത് വരികയും വേണം. അപ്പം അത് പയർ അവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു ജാറിനകത്ത് തൈര് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത നല്ല കട്ടി തൈരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. തൈര് നല്ല തിക്കായിട്ട് കിട്ടുന്നതിനായിട്ട് ഇതിനകത്തോട്ട് 1 സ്പൂൺ അളവിൽ കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തൈര് നല്ല തിക്കായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേക രുചിയുമായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു മൺചട്ടി സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കടുക് പൊട്ടിക്കാം. ഇനി ഒരു നുള്ള അളവിൽ ജീരകമാണ് എടുത്തിരിക്കുന്നത്. ജീരകത്തിൻ്റെ അതേ അളവിൽ തന്നെ ഉലുവയും കൂടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയം കൊണ്ട് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് പച്ചമുളകിൻ്റെ എരിവൊക്കെ അതിനകത്തൊന്ന് പിടിച്ചു വരട്ടെ. സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കരിവേപ്പിലയൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ കിട്ടുന്നതായിരിക്കും. ഇനി 1 സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു നിറമൊക്കെ വരുന്നതായിരിക്കും കറിക്ക്. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടുന്നതിനായിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പയർ ഈ ഒരു സമയം കൊണ്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ അതൊന്ന് വരട്ടി കൊടുക്കാം കേട്ടോ. വെള്ളമൊന്നും ഇല്ലാതെ നല്ലതുപോലെ വറ്റിച്ച് ഇതുപോലെ വരട്ടിയെടുക്കണം. ഒരു 2 മിനിറ്റ് സമയത്തേക്കെങ്കിലും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു രാജസ്ഥാനി സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ അവിടെയൊക്കെ നല്ല ചൂട് കാലാവസ്ഥയാണല്ലോ. അപ്പോൾ ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇവിടെ ഇപ്പം നല്ല മഴക്കാലമാണ്. പക്ഷെ എന്നാലും ചോറൊക്കെ കൊടുത്തു വിടുന്ന സമയത്ത് രാവിലെ എന്നും മോരും ഒഴിച്ചു കൂട്ടാനും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ നമുക്കിതുപോലെ ഒന്ന് തയ്യാറാക്കി എടുത്ത് നോക്കാവുന്നതാണ്. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഈ ഒരു സമയം കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഉപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ അടിച്ചു വെച്ചിരുന്ന ആ ഒരു തൈര് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്റ്റൗ ഞാനിവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് തിളച്ച് പോകാനായിട്ട് പാടുള്ളതല്ല. അപ്പോൾ ജാറിനകത്തും കൂടെ ജസ്റ്റ് വെള്ളവും കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചട്ടി നല്ല ചൂടായിരിക്കും. അപ്പോൾ ചട്ടിയുടെ ചൂട് തട്ടിയിട്ട് നന്നായിട്ട് തയ്യാറായി കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ നമുക്കിത് മാത്രം മതി കഴിക്കാനായിട്ട്. ആവശ്യമെങ്കിൽ 2 പപ്പടവും കൂടെ വറുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ കുറച്ച് ചെറുപയറും തൈരും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് മറ്റൊരു ബൗളിനകത്ത് ഇതുപോലെ ഒന്ന് മാറ്റി കാണിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തൈരിൻ്റെ പുളിയും ആ ചെറുപയറും ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് ചൂട് ചോറിനൊപ്പം നമുക്ക് കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ രാവിലെ എണ്ണിട്ട് ചോറൊക്കെ കൊടുത്തു വിടാനായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ 1 സ്പൂൺ അളവിൽ ചെറുതായിട്ട് ആ തൈരും കൂടെ അതിനകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.